നല്ല ക്രിസ്പി ആയിട്ടുള്ള അവൽ മിക്സറിൻ്റെ റെസിപ്പിയാണ്. അവൽ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ക്രിസ്പിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ള നട്ട്സുകളെ ഏറെ ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അവൽ സ്നാക്സ് റെസിപ്പിയാണിത്. എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ കുറച്ച് അവലെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു വലപാത്രത്തിലിട്ട് നല്ലവണ്ണം ഒന്ന് കുടഞ്ഞ് അതിൻ്റെ പൊടി മാറ്റിയെടുക്കണം. ചുവന്ന അവലോ വെള്ള അവലോ എടുക്കാവുന്നതാണ്. ഇതാ ഇവിടെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഒരു 4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവലിനൊന്നും അളവില്ല, നട്ട്സിനും ഒന്നിനും അളവില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ അളവൊന്ന് കാണിച്ചെന്ന് മാത്രം. ഇനി കുറഞ്ഞ തീയിലിട്ട് ഈ അവൽ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ കൊടുക്കണം. നല്ല ക്രിസ്പിയാവും. നമ്മൾ എടുത്ത് കയ്യിലൊന്ന് പൊടിച്ചാൽ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടും. അതുവരെ വറുത്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എത്ര നാൾ വേണമെങ്കിലും ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. നന്നായിട്ട് ചൂടാകുമ്പോഴത്തേന് അവൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങുന്നത് കാണാൻ പറ്റും. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചൂടാകും തോറും ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നല്ല കിലുകിലാന്ന് സൗണ്ട് വരും. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അവലെടുക്കുമ്പോൾ കട്ടി കുറവുള്ള അവലെടുക്കണം. ഇതായിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതാ അതേ കടായിലോട്ട് എണ്ണയൊന്നും ചേർക്കണ്ട. പൊരി ഒന്ന് ചൂടാക്കി എടുക്കണം. 1 കപ്പ് ചേർത്തിട്ടുണ്ട്. 1 2 ഒക്കെ ചേർക്കാം. പൊരി ഇതിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും കുറച്ച് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. 2 3 ടേബിൾ സ്പൂൺ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ എടുത്തായിട്ട് വെള്ള എള്ളും ചേർത്തിട്ടുണ്ട്. ഇതിൽ വെള്ള എള്ള് ചേർക്കണമെന്ന് നിർബന്ധമില്ല. കറുത്ത എള്ള് ചേർക്കുന്നതാണ് നല്ലത്. ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കി വയ്ക്കാം. ഒരുപാടൊന്ന് എള്ള് കരിഞ്ഞു പോകരുത്. ചൂടായാൽ മതിയാകും. അതും മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ കുറച്ച് പംകിൻ സീഡും മത്തൻ സീഡും കുറച്ച് സൺഫ്ലവർ സീഡും കൂടെ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിൽ കുറച്ച് നിലക്കടല 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത നിലക്കടലയായത് കാരണം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. നിങ്ങളുടെ കൈവശം വറുത്താണെങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് ഇതുപോലെ നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കണം. അതും ഒരു പാത്രത്തിലോട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യോ വെളിച്ചെണ്ണയോ മറ്റോ ഓയിലോ ഏത് വേണേലും ഒഴിക്കാം. നെയ്യിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. കുറച്ചേറെ തേങ്ങാക്കൊത്ത് അതുകൂടി ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുന്നത് വരെ വറുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റണം. ഈ നട്ട്സിനും ഈ തേങ്ങാക്കൊത്തിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. ഈ തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നെയ്യിൽ വറുത്തത് കാരണം ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. ഇതെല്ലാം വേറെ വേറെ ആയിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നത് വരെ വറുത്തിട്ട് കോരി മാറ്റിയെടുക്കണം. ഇനി ബാക്കി വന്ന് നെയ്ക്കകത്തോട്ട് കുറച്ച് ഉണക്കമുന്തിരി ചേർക്കാം. കറുപ്പ് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ആ മിക്സറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കറുപ്പ് കറുപ്പായിട്ട് കാണാനും ഒരു നല്ല ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ മുന്തിരിയുടെ ആ ഒരു പുളിപ്പും മധുരവും ഒക്കെ ആ മിക്സറിനകത്ത് വരുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് നെയ്യോട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചേറെ പച്ചമുളക്, ഒരു 5 6 പച്ചമുളക്, കൂടെ 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, കുറച്ച് വറ്റൽമുളക് കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ പച്ചമുളകൊക്കെ ഒന്ന് പൊരിഞ്ഞ് വരണം. അതുവരെ വഴറ്റിയെടുക്കണം. പകുതിയായപ്പോഴേ ഇതിലോട്ട് കുറച്ചേറെ കറിവേപ്പിലൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം നല്ലവണ്ണം ക്രിസ്പി ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ആ പച്ചമുളകൊക്കെ നല്ലവണ്ണം പൊരിഞ്ഞ് വരണം. അതുവരെ വഴറ്റിയെടുക്കണം. മിക്സർ നല്ലവണ്ണം തണുത്ത് കഴിയുമ്പോൾ ആ പച്ചമുളകൊക്കെ ഒന്ന് പൊടിയും. നല്ല ക്രിസ്പി ആയിരിക്കും അത്. നമുക്ക് കുറച്ച് എരിവ് മിക്സറിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ പച്ചമുളക് കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഞെരടി പൊടിച്ച് ചേർത്തിട്ട് വാരി കഴിക്കാവുന്നതാണ്.
ഇതാ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ആ സൈഡിലോട്ടൊന്ന് പകഞ്ഞ് മാറ്റിയിട്ട് ആ നെയ്യുടെ നടുക്കോട്ട് കുറച്ച് കായപ്പൊടിയുടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് അവൽ ചേർക്കണം. കൂടെ തന്നെ ആ പൊരിയൂടെ ചേർക്കണം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. തീ കുറഞ്ഞ തീ തന്നെ കിടന്നോട്ടെ. ആ മഞ്ഞൾപ്പൊടിയുടെ ആ മഞ്ഞ കളറൊന്ന് അവലിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഇടക്കിയെടുക്കണം. കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഉപ്പൂടെ നല്ലവണ്ണം മിക്സ് ആയിക്കോളും. അവലൊക്കെ നല്ല മഞ്ഞയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. വീണ്ടും നല്ലവണ്ണം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആയിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് ചേർക്കാം. തീർന്നിട്ടില്ല, ഇതിൽ ഇനിയും ചേർക്കാനുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ചേർക്കേണ്ടത്, ഇനി ഞാനൊരു ശകലം പഞ്ചസാര എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം പൊടിക്കണം. പൊടിച്ചതിന് ശേഷം 1-2 ടീസ്പൂൺ ചേർക്കുക. പഞ്ചസാരയോടെ ചേർക്കുമ്പോഴാണ് ആ എരിവും ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ആവുന്നത്. ആ നട്ട്സ് ഇട്ട കൂട്ടത്തിൽ ചേർക്കേണ്ടതായിരുന്നു തേങ്ങാക്കൊത്തൂടെ. അതുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണം പഞ്ചസാരപ്പൊടി ചേർക്കാനായിട്ട്. ഒരല്പമെങ്കിലും ചേർത്തിരിക്കണം, അപ്പോഴാണ് അത് ബാലൻസ് ആകുന്നത്. ഒരല്പം മധുരം മുന്നേ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിലും കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം. ഈ അവൽ ചൂട് നാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. എത്ര നാൾ വേണമെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇന്നുണ്ടാക്കിയിട്ട് നാളത്തേനെ ഒന്നുകൂടി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് കൂടുതൽ ചേർത്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.